ముఖ్యమంత్రిగా వీడి సతీశన్ ను ఎంపిక చేయడం మీద తనకు ఎలాంటి అసంతృప్తి లేదని పదవి రేసులో నిలిచిన కేసీ వేణుగోపాల్ తెలిపారు. కాంగ్రెస్ లో హైకమాండ్దే తుది నిర్ణయమని ఈ డెసిషన్ కు శిరస వహిస్తానని చెప్పారు. అన్ని రకాలుగా ఆలోచించే పార్టీ ఈ నిర్ణయం తీసుకుందని వెల్లడించారు. కాగా సీఎంగా కేసీకే రాహుల్ గాంధీ మొగ్గు చూపారని తొలుత వార్తలొచ్చాయి. ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തകരിൽ അത് ശിരസ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ സംശയമാണ്? എന്താ സംശയം? ഞാൻ കോൺഗ്രസ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും. തീരുമാനമെടുക്കാൻ ആ തീരുമാനം എടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനം എടുക്കും. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്നും ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസിനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. അല്ല, അതിപ്പം വേട്ടയാടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന അർത്ഥമില്ല. അതൊക്കെ എനിക്ക് പ്രത്യേകിച്ചിട്ട് పార్టీకి ఉపరియాయిట్లో ఈ ఇమేజ్ ఉండకారిല്ല. ఏపీ అభివృద్ధిలో దూసుకువెళ్తోంది. అమరావతిపై అనేక ఆరోపణలు చేసిన వారి నోళ్లు మూగబోయాయి. క్యాపిటల్ ఏరియాలో పెట్టుబడులు పెట్టేందుకు ఇండస్ట్రీస్ క్యూ కడుతున్నారు.